എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിപണിയിൽ ഇന്ന് വളരെ കൂടുതലായി വിൽക്കുന്ന ഒരു ഉപകരണമാണ് മാക്സിന്റെ സൂപ്പർ മാക്സ് പവർ സേവർ എന്നത്. 40% വരെ കറണ്ട് ബില്ല് കുറയും, പവർ ഫാക്ടർ കറക്ഷൻ, വോൾട്ടേജ് സ്റ്റെബിലൈസേഷൻ, റീആക്റ്റീവ് പവർ കൺട്രോൾ തുടങ്ങിയ വലിയ വാഗ്ദാനങ്ങളോടെയാണ് ഈ ഉപകരണം വിപണിയിൽ എത്തുന്നത്. പക്ഷേ ഒരു ചെറിയ പ്ലഗ് ഇൻ ബോക്സ് ഉപയോഗിച്ച് വീട്ടിലെ വൈദ്യുതി ശരിക്കും 30 മുതൽ 40% വരെ കുറയ്ക്കാനാകുമോ? ഈ വീഡിയോയിൽ നമ്മൾ ശാസ്ത്രീയമായി ടെക്നിക്കൽ അടിസ്ഥാനത്തിൽ ഈ ഉപകരണം പൂർണ്ണമായി വിശകലനം ചെയ്യുന്നു. നമ്മുടെ വീട്ടിലെ മീറ്റർ റിയൽ പവർ ആണ് അളക്കുന്നത്. ഇതാണ് നമ്മുടെ ബില്ല് ഡയറക്ട്ലി ചെലുത്തുന്ന ഘടകം. അപ്പാരന്റ് പവർ, റിയാക്റ്റീവ് പവർ എന്നിവ കാര്യക്ഷമതയിൽ പ്രധാനമാണ്. എന്നാൽ ഇത് സാധാരണയായി വീട്ടിൽ ബില്ല് കണക്കാക്കാൻ ഉപയോഗിക്കുന്നില്ല. റിയാക്റ്റീവ് പവർ വീട്ടിൽ ചാർജ് ചെയ്യാത്ത സാഹചര്യത്തിൽ കപ്പാസിറ്റർ ബേസ്ഡ് ഡിവൈസ് കൊണ്ട് ബില്ല് കുറയുമോ എന്നത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഡിവൈസിന്റെ പവർ ഫാക്ടർ കറക്ഷൻ എന്ന പ്രക്രിയയിൽ കപ്പാസിറ്റേഴ്സ് ഉപയോഗിക്കുന്നു. ഇത് റിയാക്റ്റീവ് പവറിനെ കുറച്ച് റിയൽ പവറിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ഒരു സാധാരണ വീട്ടിൽ ഫാൻ, TV, LED ലൈറ്റുകൾ, ഫ്രിഡ്ജ് തുടങ്ങിയ അപ്ലയൻസസിൽ പവർ ഫാക്ടർ ഇതിനധികം തന്നെ അംഗീകൃത പരിധിയിലാണ്. അതിനാൽ ചെറിയ കപ്പാസിറ്റേഴ്സ് പ്ലഗ് ചെയ്താൽ അധികമായ സേവിങ്സ് ഉണ്ടാകില്ല. ഈ ഒരു ഡിവൈസിന്റെ അകത്ത് എന്തൊക്കെ വരുന്നുണ്ടെന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത് ഒരു കപ്പാസിറ്റർ ആണ്. ഒരു ചെറിയ കപ്പാസിറ്റർ ആണ്. 15000 വാട്ട്സ് കപ്പാസിറ്റി എന്ന് ക്ലെയിം ചെയ്താലും ഉള്ളിൽ അത്രയും ലോഡ് ഹാൻഡിൽ ചെയ്യാൻ ആവശ്യമായ ഹെവി കോമ്പണൻസ് ഒന്നുമില്ല. നമുക്കിതൊന്ന് അഴിച്ചു നോക്കാം. കപ്പാസിറ്ററിനടിയിൽ റെസിസ്റ്റേഴ്സും LED ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഉള്ള ഒരു PCB ബോർഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത്രയും ഇതിന്റെ അകത്ത് വരുന്നുള്ളൂ. ഈ ഒരു സിസ്റ്റമാണ് കറണ്ട് ബില്ല് കുറക്കാൻ സഹായിക്കുന്നത് എന്നാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. ഈ ഒരു കപ്പാസിറ്റർ റിയാക്റ്റീവ് കോമ്പണന്റ് സ്ലൈറ്റ്ലി അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ നമ്മുടെ മീറ്ററിൽ റിയൽ കൺസപ്ഷൻ മാത്രമാണ് ചാർജ് ചെയ്യുന്നത്. അതായത് ബില്ലിൽ നോട്ടീസബിൾ മാറ്റം ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. എന്നാൽ വ്യവസായിക മേഖലയിൽ റിയാക്റ്റീവ് പവർ വളരെയധികം ഉണ്ടാകാം. അതിനാൽ പവർ ഫാക്ടർ കണക്ട് ചെയ്താൽ മൊത്തം വൈദ്യുതി നഷ്ടവും ബില്ലും കുറക്കാൻ സാധിക്കും. അതായത് പറഞ്ഞു വരുന്നത്, സാധാരണ വീടുകളിൽ വൈദ്യുതി ലാഭിക്കാൻ ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. ഫാക്ടറികളിലും ഹെവി മോട്ടറുകളും ഹെവി എക്യുപ്മെന്റ്സ് ഒക്കെയുള്ള സ്ഥലങ്ങളിലും റിയാക്റ്റീവ് പവർ കുറക്കാനായിട്ട് ഈ ഒരു ഡിവൈസ് ഉപയോഗിക്കാം. മാക്സ് പവർ സേവർ ഒരു കപ്പാസിറ്റർ ബേസ്ഡ് ഡിവൈസ് മാത്രമാണ്. ഇൻഡസ്ട്രിയൽ പവർ ഫാക്ടർ കറക്ഷൻ ഉള്ളതുപോലെ പ്രവർത്തനം വീട്ടിൽ നൽകില്ല. 40% സേവിംഗ് എന്ന ക്ലെയിം ശാസ്ത്രീയമായി സാധ്യവുമല്ല. ഇലക്ട്രിസിറ്റി സേവ് ചെയ്യണമെങ്കിൽ അപ്ലയൻസ് എഫിഷ്യൻസി ആൻഡ് യൂസബിൾ പാറ്റേൺ ആണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു ചെറിയ പ്ലഗ് വെച്ച് 40% വരെ കറന്റ് ബില്ല് കുറയണമെങ്കിൽ അത് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമായേനെ. ഇലക്ട്രിസിറ്റി ബോർഡ് തന്നെയാണ് അത് സൗജന്യമായി എല്ലാവർക്കും നൽകേണ്ടതും. പക്ഷെ യാഥാർത്ഥ്യം എന്താണ്? മാക്സ് പവർ സേവർ പോലെയുള്ള ചെറിയ ഡിവൈസ് കൂടുതലായും ചെറിയ കപ്പാസിറ്റർ സർക്യൂട്ട് മാത്രമാണ്. ഇത് വീട്ടിലെ മീറ്റർ മെഷർ ചെയ്യുന്ന റിയൽ പവർ കൺസപ്ഷൻ കുറക്കുന്നില്ല. ചീപ്പ് കപ്പാസിറ്റർ ആയതുകൊണ്ട് ഓവർ ഹീറ്റിംഗ് സാധ്യതയുണ്ട്. അതുപോലെ ഷോർട്ട് സർക്യൂട്ട്, ഫയർ റിസ്കും ഉണ്ട്. പ്രോപ്പർ സർട്ടിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. LED തെളിയുന്നത് സേവിങ്സ് എന്നല്ല അർത്ഥം. ഹെവി വാട്ടേജ് ക്ലെയിം ഉണ്ടെന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ഉറപ്പല്ല. മാർക്കറ്റിംഗ് വേർഡ്സ് കേട്ട് മാത്രം പ്രോഡക്റ്റ് നല്ലതാണെന്ന് തീരുമാനിക്കരുത്. അതിനാൽ ഇത്തരം ഡിവൈസസ് വാങ്ങുന്നതിന് മുമ്പ് ശരിയായ അറിവ് നേടുക. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.